ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ഒരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണേ. ആ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് മെഷർമെൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കൊരു ജാറിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ആവശ്യത്തിന്, അതിലേക്ക് ഒരു 2 ഏലക്കായും കൂടെ ചേർത്ത് നല്ലപോലെ പൊടിച്ചിട്ട് കൊണ്ടുവരാം. നല്ല ഫൈനായി പൊടിച്ചതിന് ശേഷം നമുക്കതിനെ ഗോതമ്പ് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പാണ് വേണ്ടത്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. ഇനി നമുക്ക് ആ കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗോതമ്പ് മാവിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഒരു സ്പൂൺ എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ ആവരുത്, നമുക്ക് കുറച്ച് ഹാർഡായിട്ട് വേണം ഈ മാവ് കിട്ടാൻ. സോ നമുക്ക് സ്പൂണായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് ഒന്ന് തെളിച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം നമുക്കത് മിക്സ് ചെയ്താൽ മതി. വെള്ളം പെട്ടെന്ന് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളത്തിന്. ഇനി നമുക്ക് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പം ഞാനിതാ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലെവലിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കതിനെ ചപ്പാത്തി കല്ലിലേക്ക് വെച്ച് പരത്തിയെടുക്കാം. ഒരുപാട് നെയ്സാവരുത് കേട്ടോ, കുറച്ച് ഹാർഡായിട്ട് വേണം നമുക്കത് പരത്തിയെടുക്കാൻ. ഞാനിപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ സൈഡ് കട്ട് ചെയ്ത പീസസിനെ മാറ്റിയിട്ട് ആദ്യം നീളത്തിൽ കട്ട് ചെയ്യാം. ശേഷം അതിനെ നമുക്ക് സ്ക്വയർ പീസസ് ആയിട്ട് കുഞ്ഞു സ്ക്വയർ പീസസ് ആയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കുഞ്ഞു സ്ക്വയർ പീസായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനെയും. ഇനി നമുക്കതിനെ ചൂടുള്ള എണ്ണയിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അതാകുമ്പോൾ ഒരുപാട് ദിവസം നമുക്കത് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും. സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആയി കിട്ടും, പക്ഷേ അകം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനെ കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറിൽ വേണം നമുക്ക് കിട്ടാൻ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.